ഓപ്പോസിറ്റ് പള്ളിയിൽ പെരുന്നാളാണ് അമ്പൂരിൽ. പള്ളിയിൽ പെരുന്നാൾ എന്റെ ലക്ഷ്മിക്കുട്ടിയുടെ പിറന്നാൾ. കള്ള് ഷാപ്പും കസിൻസും കയാക്കിങ്ങുമായി ലക്ഷ്മിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കടമക്കുടിക്ക് ഒരു യാത്ര. കൂടെ ലോട്ട്സ് ഓഫ് ഫൺ, ടൺ ഓഫ് ട്രാവൽ ഇൻഫർമേഷൻ, പിന്നെ പഴയ പോലെ കുറച്ച് കച്ചറയും കുറച്ച് കുക്കിങ്ങും ചെറിയൊരു വിരുന്ന്. ചായയും പഴംപൊരി. സിംഗിൾസ് സിംഗിൾ ചെയ്ത് കഴിയുന്നു. എറണാകുളത്ത് കടമക്കുടി അടുത്താണ്. ഞങ്ങൾ ലക്ഷ്മി കൃഷ്ണയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ 2 കസിൻസും കൂടി ഉണ്ട്. ഇന്നലെയാണ് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് എത്തുന്നത്. ഇന്നലെ എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ എൻഗേജ്മെന്റ് ഒക്കെ കൂടി ഇന്ന് നമ്മളിതേ കടമക്കുടി എത്തിയേക്കാണ്. സഞ്ജും വിശ്വാസ് ഞങ്ങളുടെ കസിൻസ് ആണ്. ഇതിന് മുന്നത്തെ 2-3 വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അവരെ ഞങ്ങളിത് താഴെ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിത് അലങ്ങാട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമപഞ്ചായത്താണ് അത്. അവിടുന്ന് വേറെ ഏതോ ഒരു ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഉണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു പാലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരിത് താഴെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ മുകളിലേക്ക് വന്നതാണ്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇവിടെ ഒരു കയാക്കിംഗ് ചെയ്യണമെന്നുണ്ട്, ഷാപ്പിൽ ഫുഡ് കഴിക്കണമെന്നുണ്ട്, വേറെ കുറച്ച് ആക്ടിവിറ്റീസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും ചെയ്യണമെന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു അടുത്ത് ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് പ്രിയൂർ ട്രീ ഹൗസ് എന്ന് കോതാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഒരു പ്ലാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കാം. നമുക്ക് ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിൽ ഇങ്ങോട്ട് എത്തി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു 10 Pin Stories. ഇവിടെ താഴെ ഉണ്ടല്ലോ ഒരു തട്ടുകട സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ വൈകുന്നേരം തുടക്കുന്ന കടകളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു ഏരിയ കണ്ടപ്പോൾ അങ്ങനെ വണ്ടി നിർത്തിയിട്ടതാണ്. അതെ, നമ്മുടെ ചേട്ടന്മാർ 2 പേരും നിൽക്കുന്നുണ്ട്. ഇതാണ് സഞ്ജയ്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഹായ്. ഇതാണ് വിശ്വാസ്. അപ്പോൾ വിശ്വാസും സഞ്ജയും ഞങ്ങളൊക്കെ കൂടി ഇടയ്ക്കിടയ്ക്ക് പണ്ട് ഇങ്ങനെ ട്രിപ്പുകൾ പോകാറുണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കൊല്ലം മുമ്പ് ഇവന് ജോലിയായി. അപ്പോൾ ഇവൻ നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് പോകല് കുറവായിരുന്നു അല്ലേ, കുറേ നാളായി പോയിട്ട്. അപ്പോൾ അങ്ങനെ ലക്ഷ്മിയുടെ ബർത്ത്ഡേയും കൂടിയാണെന്നുള്ളൊരു ഐഡിയയിൽ ഇപ്പോൾ എല്ലാവരും നാട്ടിലുണ്ട് എന്നുള്ളൊരു ഐഡിയയിൽ ഞങ്ങളങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പ്ലാൻ ചെയ്താട്ടോ. അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യം ഇവിടെ അടുത്തൊരു ഷാപ്പുണ്ട്, കടമക്കുടി ടോഡി ഷോപ്പ് അല്ലേ. 2 ഷാപ്പുണ്ട്. അതിൽ റിവ്യൂ കുറവുള്ള ഒരു ഷാപ്പിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ട്. റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ പോവാ നമുക്ക്. പോവാ. കടമക്കുടി ഷോപ്പ് അതാണോ? കാറ് ഞങ്ങൾ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തു കേട്ടോ. അത് പാർക്ക് ചെയ്ത് കയറുകയാണ്. ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ഒരു പേടിയിലാട്ടോ വന്നത്. ഫാമിലിയൊക്കെ വരുന്നതാണോ സ്ഥലമാണോ അറിയില്ല. ഞങ്ങൾ കള്ളു കുടിക്കാനല്ല കേട്ടോ, ഭക്ഷണം കഴിക്കാനാണ് കയറുന്നത്. അപ്പോൾ മണം വരുന്നുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ മീൻ കറി, കപ്പ, അപ്പം, ലിവർ, പോർക്ക്, കക്ക, താറാവ്, ചെമ്മീൻ, ഞണ്ട്, കൂന്തൽ, കോഴി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കറികൾ പാഴ്സൽ നൽകുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ അതിൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കയറാം. പോർക്ക്, ലിവർ, കപ്പ വന്നിരുന്നു. കപ്പ കപ്പയെങ്കിൽ കപ്പ. ഞങ്ങൾ 4 പേരും ഓരോ പ്ലേറ്റ് കപ്പ ഓർഡർ ചെയ്തു. കപ്പയ്ക്ക് കൂട്ടിന് ചെമ്മീനും പോർക്കും പിന്നെ കോംപ്ലിമെന്ററി മീൻചാറും. നല്ല ചൂട് കപ്പ എരിവുള്ള മീൻകറിയിലും മുക്കി ഒരു കഷ്ണം നെയ്യുള്ള പോർക്കും കൂട്ടി കഴിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊള്ളാലോ എന്ന മട്ടിൽ തലയാട്ടി ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഫുഡ് മതിയാവില്ല എന്ന് തോന്നിയപ്പോൾ എക്സ്ട്രാ ഒരു പോർക്കും ഒരു ചിക്കൻ ഫ്രൈയും പറഞ്ഞു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഓലയോ ഓടോ മെയ്യാതെ ഷീറ്റിട്ട് കാണാനൊരു ഗ്രാമീണതയില്ലാത്ത ഷാപ്പാണെങ്കിലും ഭക്ഷണത്തിന്റെ സ്വാദിൽ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. പോരാത്തതിന് ഷാപ്പിന്റെ പിന്നാമ്പുറത്ത് നിന്ന് നല്ല അസല് വ്യൂവും. ഭക്ഷണവും കഴിച്ച് കയ്യും കഴുകി ഒരു ഏമ്പക്കവും വിട്ട് കാറിൽ AC ഫുൾ സ്പീഡിൽ ബ്ലാസ്റ്റ് ചെയ്ത് U-ടേൺ എടുത്ത് കോതാട് വിളിച്ച് ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്ക് വിട്ടു. അങ്ങനെ നമ്മളിത് പറഞ്ഞ സ്ഥലത്തെത്തേക്കാണ് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്ക് എത്തിയേക്കാണ്. ഇതൊരു ട്രീ ഹൗസ് ആണ്. പ്രിയൂർ ട്രീ ഹൗസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പ്രൊമോഷനല്ല, ഞങ്ങൾ ഗൂഗിളിൽ നോക്കി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വീട്, അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണത്. ആ ഭാഗത്തായിട്ടാണ് ട്രീ ഹൗസ് കേട്ടോ. ട്രിയൂർന്ന് അതൊരു പ്രിയൂർ മാവാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പണിത് വെച്ചേക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ പിള്ളേർ മുമ്പിൽ നടന്നു. ലേക്കിൻ്റെ സൈഡിലാണ്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു മരത്തിൻ്റെ ഒരു വുഡൻ ബ്രിഡ്ജൊക്കെ പണിതിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. ഇഷ്ടമായി. അവിടെ ചീനവലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അടിപൊളി അല്ലേ? അപ്പുറത്ത് ബെൻസോ അങ്ങനെ എന്തൊരു ഇതുണ്ട്, റിസോർട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒരു വലിയ ബോട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, ബെൻസ് എന്നൊക്കെ എഴുതിയിട്ട്. ഈ ഭാഗത്ത് ഇത് ഏത് ബ്രിഡ്ജ് അത് ഓർമ്മയുണ്ടോ? വഴി അതാന്ന് ഇങ്ങോട്ടുള്ളതെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ ഇവിടെ പാലുണ്ട്, ഈ പാലത്ത് കൂടെയാണ് ഞങ്ങളിപ്പോൾ വന്നത്. മെഡിസിറ്റിയുടെ ഭാഗത്ത്. അനിയന്മാർ രണ്ടുപേരും ഇതേ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി. പറഞ്ഞെന്താ ഞാൻ പിടിക്കാം എല്ലാം കൂടി പിടിക്കണ്ടതാ. അപ്പോൾ ലക്ഷ്മി ചേച്ചി ഇതവിടെ ജോലി കാര്യങ്ങൾ വന്നു. ലക്ഷ്മി ചേച്ചിക്ക് ജോലിയുണ്ട്. ലക്ഷ്മി ചേച്ചി ഇതേ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഞങ്ങളൊരു കയാക്കിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടുന്ന് കുറച്ച് ദൂരമായിപ്പോയി. ഇവിടെ അടുത്തൊക്കെ വേറെ ഉണ്ടായിരുന്നു, പക്ഷേ ഓൾറെഡി നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞു പോയി. അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ തൊട്ട് സംസാരിക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് മിനിറ്റ് മാറ്റണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ആ ഷാപ്പിൻ്റെ ഭാഗത്ത് പോയില്ലേ, അവിടേക്കാണ്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. ദൂരം അധികമില്ല, പക്ഷേ അരമണിക്കൂർ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു പോകണം. ഇവിടുന്ന് ജങ്കാറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളത് ട്രീ ഹൗസിൻ്റെ മുകളിലേക്ക് കയറി. ആഹാ, സെറ്റ് സ്ഥലമാണല്ലോ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ റൂം, ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കറക്റ്റാണ്. പിന്നെ ഒരു ബെഡൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ബാത്റൂമും കുടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് ചെറിയൊരു സ്പേസ് ആട്ടോ, വളരെ ചെറിയ സ്പേസാണ്. പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്താ പറഞ്ഞേ? അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല വ്യൂ ആട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. മാവിൻ്റെ മുകളിലാണ് അവർ പറഞ്ഞ് പണിഞ്ഞേക്കണം. സെറ്റ് സ്ഥലമല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും മാവിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കാണ്. എന്ത് വൈൻ ചേച്ചി? ഗ്രേപ്പ് വൈൻ. ഇവിടെ ഉണ്ടാക്കിയതാണോ? ആ ശരി. അല്ല, ഗ്രേപ്പ് വൈനാണ്. എങ്ങനെയുണ്ട്? അല്ല അല്ലേ? ആ ചേച്ചി ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞു വൈൻ കുടിക്കുമെന്ന് ചോദിച്ചു. വൈൻ തരാമെന്ന് പറഞ്ഞു. അടിപൊളിയല്ലേ? കുടിച്ചതാ? കഴിഞ്ഞു, ചേട്ടനെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. അവർ 4:30 വരാൻ പറഞ്ഞാണ്. ഇപ്പോൾ 4:20 സമയം. ഒരു അരമണിക്കൂറുണ്ട്. 10 മിനിറ്റ് കൊണ്ട് എന്തായാലും എത്തില്ല. അവിടെ അവർ രണ്ടുപേരും കൂടി ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ ഒരു വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോയേക്കാണ്. അതിനെ കൂട്ടിൽ കൂട്ടിയിട്ടൊക്കെയാണ്. അവിടെ ലക്ഷ്മി ചെന്നിട്ട് തലയൊക്കെ കുഴിഞ്ഞു കൊടുക്കുന്നു. പോണ്ടേ? സമയേ. ഹലോ, ഹായ് 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 ഹായ്. ബൈ ബൈ. എനിക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും മതി. ഇറ്റാലിയൻ സ്പെഗറ്റി വിത്ത് ബോളനീസ്. നിനക്കെന്താ? മന്തി എല്ലാം കൂടി കിട്ടിയത് തന്നെ പല പല സ്ഥലത്തുനിന്നായിട്ട് വാങ്ങേണ്ടി വരും. അപ്പൊ ഞങ്ങളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വന്ന അതേ റൂട്ട് കൂടെയാണ് പോണേ. അപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ കൂടെ രാത്രി എന്താ കഴിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവർക്കും. അതല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ ഒരു പറഞ്ഞതിനെ വെച്ച് നോക്കുമ്പോ. അവരിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്താറായോന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ പറഞ്ഞു ഒരു 15 മിനിറ്റിൽ എത്തുന്ന പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾ ബ്ലോക്ക് എത്തുമ്പോൾ വിളിക്ക്, അവിടെ വണ്ടി ഇട്ടിട്ട് നടക്കേണ്ടി വരും, എന്തോ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അധികം ഡിലേ ആവില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. സഞ്ജുവിന്റെ അഭിപ്രായം എന്താ ടിൻപിൻ സ്റ്റോറീസിനെ കുറിച്ചിട്ട്? വെരി ഗുഡ്. ബേസിക്കലി ഇവർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എന്നെ വെച്ചിട്ടുണ്ട്. ഇവരാദ്യത്തെ കുറച്ച് വീഡിയോസ് ഒന്നും വ്യൂസ് കിട്ടിയില്ല. ശേഷം എന്നെ അപ്രോച്ച് ചെയ്തു. അതിനുശേഷം കുത്തനെ ചെയ്യുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. ആക്ച്വലി ശരിയാ, നമ്മുടെ ഒരു ഫുഡ് ടൂർ വന്നിട്ട് മറ്റെന്താ ജ്യൂസി ചിക്കൻ ആണെന്നൊക്കെ പറഞ്ഞു. ആ വാക്ക് തന്നെയാണോ കണ്ടുപിടിച്ചത്? വളരെ നല്ല അഭിപ്രായം.
ചേട്ടാ മാപ്പ് നോക്കുവോ? അറിയില്ല. ഇതന്നെയല്ലേ? എവിടെയോ തിരിയണം. ഒരു മിനിറ്റ്. നമ്മള് വാരാപ്പുഴ മാർക്കറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? മാർക്കറ്റ് ജംഗ്ഷൻ. 1 കിലോമീറ്ററിൽ ഈ കയാക്കിങ്ങിന്റെ ആൾക്കാർ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു അമ്പലം കാണും, എന്തോ ഒരു ഭഗവതി ക്ഷേത്രം പറഞ്ഞു. എന്തോ ഒരു ക്ഷേത്രം എന്തായിരുന്നു? കട്ടത്രക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ അവിടെ ഒരു ഓട്ടോ നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ കയറി ഇരുന്നാൽ മതി, അവര് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. ഏതൊരു ചുറ്റി വഴിയൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല, ചിലപ്പോൾ കാറ് പോകാത്തോണ്ടായിരിക്കും. ഇവിടെ കാവിലമ്മാന്ന് പേരിൽ ഒരു ഓട്ടോറിക്ഷ കാണുന്നു പറഞ്ഞു, പക്ഷേ ഓട്ടോറിക്ഷ കാണുന്നില്ല. ഇവിടെ അല്ലേ വെറുതെ നിൽക്കാൻ. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി സൈഡാക്കാം, എന്നിട്ട് ഇറങ്ങാം. എന്നിട്ട് കാവിലമ്മ ഓട്ടോറിക്ഷനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. വന്നു കാവിലമ്മ എത്തി, അവിടെ ഓട്ടോറിക്ഷ വന്നു. അപ്പൊ ഞങ്ങള് അവിടെ വരെ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സൊക്കെ കാറിൽ വെറുതെ എടുത്തിട്ടാണ്. ഇപ്പൊ ഇത് ബാഗിലേക്ക് ആക്കണം. അപ്പൊ ലക്ഷ്മിയുടെ ബാഗിലേക്ക് ലക്ഷ്മി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാവിലമ്മ തിരിച്ചോണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം അല്ലേ? എന്ത് രസം നോക്കിയേ ഭാഗമൊക്കെ. ഈ അമ്പലം നല്ല രസമുണ്ട്, ചെറിയൊരു അമ്പലം കേട്ടോ. കട്ടത്രക്കാവ് ഭഗവതി ക്ഷേത്രം, കടമക്കുടി. ഞങ്ങള് തൃശ്ശൂര്. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചോണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എന്ത് അല്ല, വണ്ടി അവിടെ ഇടാൻ വേണ്ടി ഇവിടെ പാർക്ക് ചെയ്യിപ്പിക്കണത്. പണി നടക്കണ്ടേ? അത് കുഴപ്പമില്ല. എന്ത് റോഡ് പണിയാണ് നടക്കണേ? കാണടേ. ഇതിന് ഓപ്പോസിറ്റ് പള്ളിയിൽ പെരുന്നാളാണ്. അമ്പൂരുന്നാൾ. അപ്പൊ നമ്മളെ ഓട്ടോറിക്ഷയിലൂടെ വന്ന് ഇറങ്ങിട്ടോ. ഇടയിലുണ്ടല്ലോ കുറച്ച് ഭാഗത്ത് ഒരു സിമെന്റ് വർക്കൊക്കെ നടക്കായിരുന്നു റോഡിന്റെ സൈഡിൽ. ചിലപ്പോൾ കാറ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കയറ്റി അതൊക്കെ ഇട്ടതൊക്കെ പോകും. അതുകൊണ്ടാണ് അവർ ഓട്ടോറിക്ഷ പറഞ്ഞു വിട്ടെ. എന്തായാലും നല്ല ഗുഡ് ഗസ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ വാട്ടർ വൂൾഫ് കയാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കടമക്കുടിയിലുള്ള അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയേക്കണം. ഞങ്ങൾ നേരത്തെ രാവിലെ വരുമ്പോൾ ഓൺ ദ വേ ആണ് ഇവർ വിളിച്ചത്. അപ്പോൾ അങ്ങനെ വന്നതാണ്. നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ കുറേ ആൾക്കാർ കയാക്കിങ്ങിനായിട്ട് റെഡി ആയിട്ട് നിൽക്കണു. വേറെ കുറച്ച് പേര് കയാക്കിങ് ചെയ്ത് തുടങ്ങി. ആ സ്ഥലത്ത് ഇതുവരെ തുറക്കാത്ത നമ്മുടെ കടമക്കുടി വാട്ടർ മെട്രോ ഇവിടെ ഉണ്ട്. ആ സൈഡിലുണ്ട് കേട്ടോ, ആ 2 സൈഡിലുണ്ട്. അവിടെ നിന്ന് വരാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഈ ജങ്കാറിൽ വണ്ടി കയറ്റിക്കൊണ്ട് ഇങ്ങനെ വരാം. എടാ ആ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞേ? അപ്പുറത്തെ കടമക്കുടി ഷാപ്പല്ല പറഞ്ഞത്, അതിൻ്റെ അപ്പുറത്തുള്ള ഐലൻഡ് നേരത്തെ പറഞ്ഞില്ലേ, പി വെച്ചിട്ടൊരു സ്ഥലം. അല്ല, വേറെന്തായിരുന്നു? പിഴയിലോ? അല്ല, അതുപോലെ വേറെന്തൊരു പേരാ. പേഴായിലല്ല, വേറെന്തൊരു പിഴലയാണ്. പിഴല എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പൊ അവിടെ കൂടെ നമുക്ക് അങ്ങനെ ഒരു വഴി കൂടെ ഇങ്ങോട്ട് വരാം. എല്ലാ ദിവസവും ഇന്ന ദിവസമൊന്നും ഇല്ലാതില്ല. അഡ്വാൻസ് ആയിട്ട് പറയണം. അതെ അതെ അതെ, ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പൊ ചോദിച്ചു ഏത് കളർ വേണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ കയാക്കിന്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തുഴയാന്ന് വിചാരിക്കാം. അല്ല സോറി, സിംഗിൾ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി. ഇത്ര നേരം വണ്ടിയിലിരുന്നേ പറയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് തുഴയും, നിങ്ങൾ സിംഗിൾ അല്ലേ, നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ. പ്രത്യേക ശ്രദ്ധിക്ക്. ഞാൻ സിംഗിൾ ആണ്, എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് അല്ലേ. ഇടാ മാട്രിമോണിയുടെ പൈസയെങ്കിലും താടാ. അപ്പൊ അവർക്കതേ ഈ റെഡും മഞ്ഞയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഓറഞ്ച് അവിടെ പോയിരിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് കൈവേദന എത്ര തുഴയാൻ പറ്റില്ല, പൈസ ഈ പണിയൊക്കെ എടുത്ത് തുടങ്ങിയിട്ട്. നമ്മൾ എത്ര നേരത്തെ സർക്യൂട്ട് ആയത്? ഇത് ഏകദേശം ഒരു 1.5 hours വരുന്നുള്ളൂ. എത്ര ദൂരം ഉണ്ടാവും? ഇതൊരു 2 to 3 kilometers. 2 to 3 kilometers. സെറ്റ്. നമ്മ വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഐലൻഡ് മുറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഓൺ ഐലൻഡ് ആണ്. മുറിക്കൽ ആ ഐലൻഡിൽ ആകെ ഒരാളെ താമസിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫിഷ് ലാൻഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങൾ വേറെ കുറച്ച് ഫാമിലീസ് ഒക്കെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടൂറിസം മേഖലയിലോട്ട് ചെയ്യണം. അഗ്രികൾച്ചർ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല, റെഗുലർലി ഇൻകം ജനറേറ്റ് ആവുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പം അതിൻ്റെ പണിക്കാരും ഇതൊക്കെ കുറേ
കുറഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഈ ഒരു അഗ്രികൾച്ചറിൽ ഈ ഒരു ഏരിയയിൽ ഇപ്പം എൻ്റെ ഫാമിലി തന്നെ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ബ്രദേഴ്സ് 2 പേര്. ബാക്കി എല്ലാവരും വേറെ വേറെ UK, ഒരാൾ ദുബായിൽ. ഇവിടെ ആരും നിൽക്കുന്നില്ലല്ലോ, എല്ലാവരും പോവല്ലേ? എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. എങ്ങനെയാണ് ചെയ്യണം. പിന്നെ ആ കാണുന്ന ബോട്ട് നമ്മളുടെ കൂട്ടുകാരൻ തന്നെയാണ് ഷൂട്ടിങ്ങിന് ഇപ്പോൾ പോയേക്കുന്നത്. ശരി, നീ ചെല്ലേ, നീ അല്ലേ ആദ്യം ചെല്ലേ. ചെല്ല്, രണ്ടാമത്തെ സിംഗിൾ ഇതേ കയറാൻ പോകട്ടാ. തന്നെ തിരിഞ്ഞാണോ? അവരെ രണ്ടുപേരും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബോട്ട് ഇറക്കാന്ന് വിചാരിച്ചപ്പോൾ, ബോട്ടല്ല കയക്ക് ഇറക്കാന്ന് വിചാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ചായ ഒക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി. ഈ വാട്ടർ മെട്രോ റണ്ണിങ് ആണോ? അല്ലല്ലോ, ഇനി 6 മാസം എടുക്കുമല്ലേ? കുറേ നാളായില്ലേ? അടുത്ത ആള് കേറുകയാണ്. അപ്പോൾ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് തുഴയാൻ പറ്റുന്ന ആള് ബാക്കിലിരിക്കുകയാണ് എപ്പോഴും നല്ലത്, അങ്ങനെയല്ലേ? സെറ്റ്. എന്റെ പേരെന്താ? അഗസ്റ്റ്. അപ്പൊ ഇതിന്റെ റൂട്ട് നീ ഗൈഡൊക്കെ വരൂല്ലേ? ഓ ശരി ശരി. എങ്ങനെയുണ്ട് മോളെ, സെറ്റല്ലേ? തുഴഞ്ഞോടേക്കോ, ഞാൻ റെസ്റ്റ് എടുക്കാൻ വന്നതാ. സെറ്റാണോ? കൂളല്ലേ സഞ്ജു? ആ ശരിക്കും. ഇതാണ് ലക്ഷ്മി പറയണത്, കേൾക്കണമെന്ന് അറിയില്ല. ബാക്ക് റെസ്റ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ കയാക്കിനൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഒരിക്കലും ഇങ്ങനെ ബാക്ക് റെസ്റ്റ് ഉള്ള കയാക്കിൽ കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ ഒരു എഫേർട്ട്, ഒരു ഇത് വരുന്നത് നമ്മൾ അല്ലെങ്കിൽ നേരെ ഇരിക്കണ്ടേ, കാല് നീട്ടി വെച്ചിട്ട് നേരെ ഇരിക്കുമ്പോൾ ബാക്കിന് ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ചാരി ഇരിക്കാം, ഇവിടെ അങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയും പിടിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ഫീലിംഗ് ഇല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഇടിക്കുക, ഇടിച്ചിടിച്ച് കളിക്കാം. ടൈറ്റാനിക് റീക്രിയേറ്റ് ചെയ്യാം. സിംഗിൾസ് താന്നു പോട്ടാ ടൈറ്റാനിക്കിൽ. ഇത് സ്റ്റാൻഡ് അപ്പ് പാഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഞാൻ കുറേ നാൾ ഇത് ആ അതെ, ഇവിടെ വേറെ ആൾക്കാർ ബിഗിനേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഹായ്, ഇടിച്ചു. മനസ്സിലായില്ലേ? പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, ഞങ്ങളിപ്പോൾ ചോദിക്കാറ് നല്ലടുത്ത് എത്ര നേരം എടുക്കുന്നത്? അതെ അല്ലേ? അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ സ്റ്റാൻഡപ്പ് ബൈ ബൈ. അപ്പൊ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇവരിപ്പോ സ്റ്റാൻഡപ്പ് പാഡ്ലിംഗ് ചെയ്യുന്നല്ലേ. സിംഗിൾ ആയിട്ട് നിൽക്കണ ഒരാൾക്ക് സങ്കടമായിട്ട് നമ്മൾ സംസാരിച്ചു സങ്കടായ ഇല്ലാതെ ഞാൻ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ സ്റ്റാൻഡപ്പ് പാഡ്ലിംഗ് ഞാൻ കുറെ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, അത്ര ഡിഫിക്കൾട്ട് ഒന്നും അല്ല. കുറച്ച് ബാലൻസിങ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ശ്രീലങ്കയിൽ പണ്ടൊന്ന് പറ്റിയതാണ്, അന്ന് നടന്നില്ല, ചീറ്റി പോയിണ്ടായിരുന്നു. അപ്പൊ ഗൈഡൊന്നും ഇല്ലല്ലോ, ഇപ്പൊ ഗൈഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്നത് പുഴയുടെ മെയിൻ പാർട്ടിലായിരുന്നു, പെരിയാർ നദിയുടെ മെയിൻ പാർട്ടിലായിരുന്നു. അവിടെ നമ്മൾ വേറെ റൂട്ട് എടുത്ത്, ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കയാക്കിങ്ങിന് ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ടിലേക്ക് തിരിഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇൻറ്റീരിയേഴ്സിലേക്കൊക്കെ നമ്മൾ ഈ സെഷനിൽ പോകുന്നതാണ്. ഈ ഒരു സർക്യൂട്ട് 1.5 hours ഒരു സർക്യൂട്ടാണ്. ഈ സൈഡിൽ കാണുന്നത് കൂട് മത്സ്യകൃഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾട്ടിവേഷൻ ആണ് കേട്ടോ. കൂട്, അതായത് ഓരോ കൂടുകളിലായിട്ട് ഓരോ സ്പീഷീസ് ഓഫ് മത്സ്യങ്ങളെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ അവർ ആക്ച്വലി ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള കൾട്ടിവേഷൻ ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏത് സ്പീഷിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അത് ആ സമയമാകുമ്പോൾ എടുത്ത് യൂസ് ചെയ്യും. നല്ല അടിപൊളി ലൈറ്റിംഗ് അല്ലേ? ഞങ്ങളെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും നന്നായി കേട്ടോ. അതായത് ഇങ്ങനെ കുത്തുന്ന വെയിലൊന്നുമില്ല. അപ്പോൾ ആളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ കഥകളും ആള് ഇത് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളിത് കയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ലക്ഷ്മി കയാക്കി ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഞാൻ തുഴയുന്നു, അങ്ങനെ പോകുന്നു. സഞ്ജു അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വിശ്വാസേ നിനക്ക് ഇത്തിരി സ്പീഡ് കൂടിയുണ്ടോ? അവൻ നല്ല സ്പീഡിലാണ് പോണേ. എന്തായാലും ഇത് ഈ കാണുന്നത് മുറിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുരുത്തോ അല്ലെങ്കിൽ ഒരു ഐലൻഡ് പോലെ കേട്ടോ, മുറിക്കൽ ഐലൻഡ്. അവിടെ ആകെ ഒരാളാത്ര താമസിക്കുന്നത്, വേറെ ആരും അവിടെ താമസിക്കുന്നില്ല. അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ ആ ഹോം സ്റ്റേയിലെ ചേട്ടൻ അവിടെ വരുന്ന ആൾക്കാർ എത്ര പറഞ്ഞ 3000 4000 എന്തോ പറഞ്ഞില്ലേ നേരത്തെ, എന്തോ പറഞ്ഞു കേട്ടോ. 2000 രൂപയാണ് ഹോം സ്റ്റേയിൽ താമസിക്കാൻ. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെ ആ ചേട്ടൻ തന്നെയാണ് നോക്കണേ. ആ ചേട്ടൻ തന്നെ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ
പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്. അതിൽ കൂടെ പോവാൻ പറ്റില്ല. ദൈവമേ, ഒരു അഡ്വഞ്ചറസ് ഭർത്താവിനെ കല്യാണം കഴിച്ചതിന്റെ ബുദ്ധിമുട്ടുകൾ. നമ്മളെന്താ വെനീസ് കനാലിലോ? തിരിച്ചു. ഈ പുഴയിന്ന് ഒരു പാത്ത് വേ പോലെ തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് മെയിൻ ഏരിയന്ന് ഇപ്പൊ ആ പാത്ത് വേയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മുന്നിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഓൾറെഡി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇതേ ആ ഭാഗമാണ് കേട്ടോ. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ചെകുത്താൻ തുരുത്ത്. അവിടെ ഇപ്പോഴും ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ആൾതാമസമോ ഒന്നും ഇല്ല കേട്ടോ. പണ്ട് കാലത്തുണ്ടല്ലോ ഈ വസൂരി പോലെ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇവിടെയാണ് ഇത്ര കൊണ്ടാക്കാറ്. എന്നിട്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കൊണ്ട് അവിടെ കൊണ്ടിട്ട് കൊടുക്കത്ര. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നതെന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ ഇവിടെ 2 വണ്ടികൾ ഇടിച്ചു. ഞാൻ അവനെ ഇടിച്ചു, ഇവനെ ഇടിച്ചു, അവനങ്ങോട്ട് തിരിഞ്ഞു. ഞങ്ങൾ എന്നിട്ട് മതിലിടിക്കാൻ പോവാ, ഇടിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ഇൻഫോർമേറ്റീവാണ്, അറ്റ് ദ സെയിം ടൈം ഫണ്ണാണ്. അതിങ്ങനെ ഗ്രൂപ്പായിട്ട് വരണം, അല്ലാതെ അല്ലേ നമ്മൾ 2 പേരായിട്ട് വന്നിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ കസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ കോരി ഒഴിക്കാം. കളിക്കില്ല. ഞങ്ങളെ ഇങ്ങനെ ഒരു കനാലിൽ കൂടെ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ പേര് ഞാൻ പറഞ്ഞു, അഗസ്റ്റിൻ ബ്രോ ഒന്ന് സൈഡ് ഒതുക്കാൻ പറഞ്ഞു. ചായയും പഴംപൊരിയും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ നിന്ന് ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞു നമുക്കൊന്ന് സൈഡ് ഒതുക്കാം, എന്നിട്ട് ആ ബോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബോട്ട് എന്തിൻ്റെ ബോട്ടാണ് അത്? ഇലക്ട്രിക് ബോട്ട്, നിഹാര റിസോർട്ട് പ്രൈവറ്റ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബോട്ട് അത് കാണുമ്പോൾ അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷെ 10 പേര് പോകും. 10 പേര് പോകുന്ന ഇലക്ട്രിക് ബോട്ടാണ് കേട്ടോ. സൗണ്ടൊന്നും ഇല്ല, വരുമ്പോൾ തന്നെ ഒരു സൗണ്ടും ഇല്ല, സൗണ്ടില്ല. ഞാൻ മാപ്പിൽ കണ്ടു ഒരു ചായക്കട ഉണ്ട് അല്ലേ, കടമക്കുടിയല്ലേ ആ ഭാഗത്ത്. ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ബ്രോ സീരിയസ് ആയി എന്നിട്ട് പറഞ്ഞു വേഗം വിട്ടോ, ഇനി ചെന്നാലേ സൺസെറ്റ് കാണാൻ പറ്റുള്ളൂ, നിങ്ങൾ ചായ ഒക്കെ അത്രയും കുടിച്ചാൽ മതി, നമുക്ക് സൺസെറ്റ് ആവാം. പഴംപൊരി കഴിച്ചു തീരുന്നതിന് മുന്നേ സൂര്യൻ മൊട്ട പോലെ ഇരിക്കുന്ന പറഞ്ഞു പോയതാ. അത് വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ, ചേട്ടൻ പറയുന്നത് വളരെ കറക്റ്റാണ്. ഈ കയാക്കിംഗ് സർക്യൂട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മോർണിംഗ് സെഷനേക്കാളും കൂടുതൽ റഷ് ഈവനിങ് ടൈമിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ വേറെ കുറേ കയാക്കിംഗ് സർവീസ് ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ രാവിലെ 2-3 പേരുടെ അടുത്ത് വിളിച്ചു. കൂട്ടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പെരുമാറിയത് ഫോണിൽ ഈ പയ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് റിവ്യൂ ഒക്കെ ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലതായി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് സർവീസ് എടുത്താലും ഈ സർക്യൂട്ട് നടക്കണം ഈ ഭാഗത്താണ്. അപ്പോൾ നല്ല കുറച്ച് റിവ്യൂ കുറവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയേക്കാം. അത് മാത്രമല്ല നമ്മുടെ സർക്യൂട്ടും ഇതെല്ലാം സിമിലർ ആവുമ്പോൾ ആ ഒരു പോകുന്ന നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ഗൈഡും കൂടിയും അത്രയും അടിപൊളിയാണെങ്കിലാണ് നമുക്കത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ആ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഞങ്ങളിതേ സുഖമായിട്ട്, ഞാൻ തുഴയിൽ കുറവാണ്, വീഡിയോ എടുക്കുക എന്നുള്ളൊരു റീസൺ പറഞ്ഞിട്ട് ഞാൻ തുഴയുന്നില്ല, എല്ലാ ഫോട്ടോയും പിന്നിലിരിക്കുന്ന ആളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ലക്ഷ്മിക്ക് ഒരു ഷോൾഡറിന് ഒരു പെയിൻ ഉണ്ട്, സെർവിക്കൽ സ്പൈനിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തുഴഞ്ഞ് പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അയ്യോ ദേ സൺസെറ്റ് ആവാറായി. ആക്ച്വലി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നല്ലോണം പേടിയാവുണ്ട്, ഒരുപാട് ആഴുണ്ടെന്ന് തോന്നും. പക്ഷെ നല്ലോണം ഒലയുന്നുണ്ട്. ഇപ്പൊ വിശ്വാസം അത്രയാണ് ആഴുള്ളൂ, പക്ഷെ നിലത്ത് ചെളിയാണ് കേട്ടോ. പക്ഷെ ഈ ഭാഗം കണ്ട ശരിക്കും പേടിയാവും കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ ഒലയാണ്. നമ്മുടെ അടുത്ത് അവിടെ നിന്ന് തിരിഞ്ഞപ്പോ പറഞ്ഞു ലെഫ്റ്റ് മാത്രം തുഴയുന്നത്, കാരണം അതുപോലെ കാറ്റും ഉണ്ട്, ഇതിങ്ങനെ ഓളം വെട്ടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സൈഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇതില് ചാടണം പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു ആ ചാടിപ്പോന്ന് പറഞ്ഞോണ്ട് ഇറക്കി. അപ്പൊ ഒട്ടും ആഴമില്ല നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ആഴമുള്ള ഭാഗത്തേക്ക് രണ്ടുപേരും കൂടി നടക്കാട്ടാ. മൊത്തം ചെളി, അവിടെ കാല് വെക്കിയപ്പോ മൊത്തം ചെളി.
One more try. അങ്ങനെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വീടിന്റെ ബാക്കിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഡ്രസ്സ് മാറാനും അല്ലെങ്കിൽ കഴുകാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നനഞ്ഞ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിത് ഇവിടെ ജെട്ടിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ബോട്ട് ജെട്ടിയിൽ കുറച്ച് നേരം ഇരിക്കണം. നമ്മുടെ മുമ്പിൽ കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അവരെല്ലാവരും ഇതുപോലെ ഇവിടെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് കേട്ടോ. കാവിലമ്മ വന്നിട്ടുണ്ട്. കാവിലമ്മ 2 ട്രിപ്പ് അടിച്ച് അവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മളിതേ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? നല്ല ആ സർക്യൂട്ട് നല്ലായിരുന്നു, കാണാൻ നല്ലായിരുന്നു. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യങ്ങളും ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരുന്നു. അതായത് ഇൻഫർമേഷൻസ് മാത്രമല്ലാതെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ട് മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഡ്രസ്സ് മാറുമ്പോൾ ഞങ്ങൾക്ക് ഒരു നാരങ്ങ വെള്ളം കൂടി തന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൻ്റെ ലിങ്കും അതിൻ്റെ എന്തോ വെബ്സൈറ്റ് ഉണ്ടാവും ഇല്ല, മാപ്പ് ലൊക്കേഷനും ഫോൺ നമ്പറും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഞാൻ അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാവിലമ്മ കയറി നമുക്ക് തിരിച്ച് കാറിനെടുത്ത് പോവാം. കയാക്കിംഗും കഴിഞ്ഞ് പോകുമ്പോൾ ഡിന്നർ വാങ്ങാമെന്ന പ്ലാനായിരുന്നെങ്കിലും എല്ലാവരും തുഴഞ്ഞ് ക്ഷീണിച്ചുകൊണ്ട് ഹോം സ്റ്റേയിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി 12 മണി വരെ ഞങ്ങളുടേതായ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ലൈഫ് സ്റ്റോറീസും തള്ളും കഥകളും സബ്സ്റ്റാൻഡേർഡ് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ലക്ഷ്മി അറിയാതെ ഒരു കൊച്ചു ഡ്രീം കേക്ക് ഓർഡർ ചെയ്തു. കേക്ക് വന്നപ്പോൾ ക്യാൻഡിൽ ഇല്ല. ഒരു പേപ്പർ കേക്കിൽ കുത്തി നിർത്തി കത്തിച്ച് സിമ്പിളായിട്ട് ഞങ്ങൾ ആ ബർത്ത്ഡേ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു. Happy birthday to you. Happy birthday. No. Birthday to you. Hello? രാവിലെ ഓരോ കട്ടൻ ചായയിലാണ് തുടക്കം. പെരിയാറിൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂറിന്റെ ഭീമൻ കണ്ടെയ്നർ ബോട്ടുകൾ ചരക്കുമായി പോകുന്നതൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇവിടുത്തെ ചേച്ചി ചൂട് വെള്ളയപ്പവും വെജ് സ്റ്റൂ ആയിട്ട് വന്നു. ശരിക്കും നല്ല ഹോംലി ഫുഡ്. സ്റ്റേയുടെ ഒപ്പമുള്ളതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. തിരിച്ചു പോകാറായപ്പോഴേക്കും എല്ലാവരുടെയും ഹൈപ്പർ ആക്റ്റീവ്നെസ് ഒക്കെ പോയി ഒന്ന് കാമായി. പക്ഷെ പോവാതെ നിവർത്തിയില്ല. ഇന്ന് വൈകിട്ട് ബർത്ത്ഡേ പ്രമാണിച്ച് ഇമ്മീഡിയറ്റ് ഫാമിലി കുറച്ച് പേരെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. നാട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ചെന്നിട്ട് വേണം അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ. പോകുന്ന വഴി തന്നെ ചിക്കൻ വാങ്ങി വീട്ടിൽ ചെന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചിക്കൻ കറി എൻ്റെ വകയും ബീഫ് ഉലർത്തും ഡെസേർട്ടും അമ്മയും, ചപ്പാത്തി ലക്ഷ്മിയുടെയും വകയാണ്. ഒരു ബലത്തിന് കുറച്ച് വെള്ളയപ്പം കൂടി വാങ്ങാമെന്ന് വിചാരിച്ച് വൈകിട്ട് വണ്ടിയും എടുത്ത് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ വെള്ളയപ്പങ്ങാടി അഥവാ എരിഞ്ഞേരി അങ്ങാടിയിലേക്ക് വിട്ടു. 3 തലമുറകളായിട്ട് വെള്ളയപ്പം വിൽക്കുന്ന 10-12 കുടുംബങ്ങളുണ്ട് ഇവിടെ. വീടിന്റെ ഇറയും കടമുറികളാക്കി പ്രത്യേകം സെറ്റാക്കിയ മേശകളിൽ 5-6 അപ്പച്ചട്ടികളിൽ ഒരേ സമയം നല്ല നൈസ് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചേച്ചിമാരെ നമുക്കിവിടെ കാണാം. അതുണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. വെള്ളയപ്പം കൂടാതെ വട്ടയപ്പം, കുഴലപ്പം, അച്ചപ്പം, ഉണ്ണിയപ്പം, അവലോസ് പൊടി ഒക്കെ ഫേമസ് ആണ് ഇവിടെ. ഒരു വെള്ളയപ്പത്തിന് 7 രൂപ കണക്കിൽ 301 രൂപയ്ക്ക് 43 വെള്ളയപ്പവും വാങ്ങി വീട്ടിൽ വന്ന് ചിക്കൻ കറിയുടെ കലാപരിപാടിയിലേക്ക് കടന്നു. ബീഫും ഫ്രൂട്ട് സാലഡും വിത്ത് കസ്റ്റാർഡ് വിത്ത് നീല കളർ ജെല്ലിയൊക്കെ അമ്മ നേരത്തെ തന്നെ സെറ്റാക്കി. കോഴി തിളച്ച് സെറ്റായി വന്നപ്പോഴേക്കും ചെറിയച്ഛനും ചെറിയമ്മയും വിശ്വാസും സഞ്ജുവും സഞ്ജുവിന്റെ അമ്മയും ഒക്കെ എത്തി. പുറകെ ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും അമ്മൂമ്മയും ചിറ്റയും വന്നു. ചേട്ടനും ചേച്ചിയും മോനും വരുന്ന നേരം കൊണ്ട് ഒരു കേക്ക് വാങ്ങി ഞാളു എന്ന് കളിയാക്കി എഴുതി സെറ്റാക്കി. നിങ്ങളും കയറി വാ, നമുക്ക് ആ കേക്ക് അങ്ങോട്ട് മുറിക്കാം.
ടാറ്റാ. ഓക്കെ ബൈ. The end. Case closed. ഉറക്കം തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാരും യാത്ര പറഞ്ഞു പോയി. പരിപാടി ഉഷാറായിരുന്നു കേട്ടോ. നല്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് പ്രത്യേകിച്ച് അമ്മ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കനും എല്ലാം കൂടിയിട്ട് നല്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. കുറച്ച് എണ്ണയെന്നുള്ളൂ, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സിമ്പിൾ പരിപാടിയായിരുന്നു. എല്ലാവരും ഇങ്ങനെ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇതിപ്പോ സമയം 11:15 അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ വീഡിയോ ഞങ്ങളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ എനിക്ക് 28 വയസ്സായി. 28 വയസ്സായി. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ എന്താ പറയാ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എനിക്ക് നമ്മൾ കടമക്കുടിയിൽ തുടങ്ങിയ അവസാനം തൃശ്ശൂർ വന്നെത്തി. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. നാളെ ലക്ഷ്മി തിരിച്ച് ചെന്നൈക്ക് പോവാണ്. ഞാനിവിടെ ഉണ്ടാവും. നമ്മൾ പുതിയൊരു യാത്രയുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പുതിയൊരു യാത്രയുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങാണ് മറ്റന്നാൾ തൊട്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.